നവീൻജി നാദമണി, ഇപ്പോൾ ആപ്പിനെ സംബന്ധിച്ച് കേജ്രിവാൾ നടത്തുന്ന പ്രചാരണം ഒറ്റയ്ക്കുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ മുന്നണി എന്ന രൂപത്തിലുള്ള ഒരുമിച്ചുള്ള പ്രചാരണത്തിലേക്ക് കടന്നിട്ടില്ല. ഇന്നലെ നിങ്ങളുടെ 10 ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടി ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി എന്നാണ് കേജ്രിവാൾ പറഞ്ഞത്. പക്ഷേ അത് ആപ്പിന്റെ മാത്രം ഗ്യാരണ്ടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. കാരണം ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കൾ അതിനോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഒരുമിച്ചുള്ള പ്രചാരണം എപ്പോഴാണ് ഈ 5ാം ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിൽ രാഹുലും കേജ്രിവാളും കൈകോർത്തുകൊണ്ടുള്ള ഒരു പ്രചാരണം നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അടുത്ത ഒരുമിച്ചുള്ള പ്രചാരണത്തെ പറ്റിയും കേജ്രിവാൾ ഇന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഏത് നേതാക്കന്മാരെ വിളിച്ചാലും ഏത് മണ്ഡലത്തിലേക്കും പ്രചാരണത്തിന് ഞാൻ പോകുമെന്നും എന്റെ മുൻപിലുള്ള 20 ദിവസമാണ്, 20 ദിവസത്തെ 24 മണിക്കൂറുകൾ 36 മണിക്കൂറുകളാക്കി ഈ മോദിയുടെ ഏകാധിപത്യത്തിനെതിരായുള്ള പോരാട്ടമായിരിക്കും നടത്താൻ പോകുന്നതെന്നും കേജ്രിവാൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി മുംബൈയിൽ നടക്കാൻ പോകുന്ന ഒരു മഹാറാലിയെ പറ്റിയും ഇന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. നാളെ ഇപ്പോൾ കുരുക്ഷേത്രയിലാണ് കേജ്രിവാൾ, ഹരിയാനയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഓരോ ദിവസവും നടത്തുന്ന പ്രചാരണങ്ങളെ പറ്റി കൃത്യമായി ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നടക്കുന്ന പ്രചാരണങ്ങളെ പറ്റി പറഞ്ഞു. ജാർഖണ്ഡിലെ റാഞ്ചിയിലെ പ്രചാരണം അടുത്ത ദിവസം നടക്കുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റത്തിന്റെ ഒരു മുന്നണി പോരാളിയായിട്ട് തന്നെയാണ് അരവിന്ദ് കേജ്രിവാൾ മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ ആം ആദ്മി പാർട്ടി എന്ന ഒരു പാർട്ടിയുടെ മാത്രമായിട്ടുള്ള രൂപമല്ല. അത് തന്നെയാണ് പ്രകടന പത്രികയിലും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യഘട്ടങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓരോന്നും അക്കമിട്ട് കേജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. കേജ്രിവാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കേജ്രിവാൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കേജ്രിവാൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗ്യാരണ്ടി എന്താണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ മുഴുവൻ വൈദ്യുതി കൊടുക്കുമെന്നും സാധാരണക്കാരായ മനുഷ്യർക്ക് വൈദ്യുതി സൗജന്യമാക്കി കൊടുക്കുമെന്നും മോഡി മുൻപോട്ട് വെച്ച വൺ ഇന്ത്യ വൺ ലീഡർ, വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നതിന് അല്ല ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് വൺ ഇന്ത്യ വൺ എഡ്യൂക്കേഷൻ, വൺ ഇന്ത്യ വൺ ഹെൽത്ത് കെയർ എന്ന രീതിക്ക് ഇവിടുത്തെ സാധാരണക്കാരന് സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒരേപോലെയുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞതല്ല. കേജ്രിവാൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഗ്യാരണ്ടി ഒന്നൊന്നായിട്ട് ചെയ്ത് കാണിച്ച ഗ്യാരണ്ടിയാണ്. മോഡിയുടെ ജുംലയല്ല കേജ്രിവാളിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മോഡിയുടെ ജുംല നമ്മൾ കേട്ടതാണല്ലോ. 15 ലക്ഷം സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മുഴുവൻ, കള്ളപ്പണം മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് 15 ലക്ഷം വീതം ഇന്ത്യയിലെ സാധാരണക്കാരുടെ കൈകളോട്ട് എത്തുന്ന രീതിക്കുള്ള പണം തിരിച്ചു കൊണ്ടുവരുന്നു. സ്വിസ് ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞവര് സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടിലെ പണം പുറത്തു കൊണ്ടുവരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കയറിയിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അത്തരം ജുംലകൾ പറഞ്ഞവർ മുമ്പോട്ട് പോകുകയാണ്. ഇപ്പൊ അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യൻ സൈന്യത്തിൽ സേവനത്തിന് പോകുന്നവരെ മുഴുവൻ പുച്ഛിക്കുന്ന രീതിയിലോട്ടല്ലേ ചെയ്തിരിക്കുന്നത്. 4 വർഷത്തേക്ക് അഗ്നിവീർ നടത്തുന്നു. ഇവരുടെ ഈ പണമില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ സൈന്യത്തിലോട്ട് പോലും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പണമില്ലെന്നാണ് പറയുന്നത്. ഈ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. 15 ലക്ഷം കോടി രൂപയോളം ഇവിടുത്തെ ധനാഢ്യന്മാരുടെ പണം എഴുതിത്തള്ളുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടുന്ന് ഓരോരുത്തരും പണവുമായിട്ട് പറന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. മൊഹൽ ചോസ്കിയും നീരവും മോദിയും കൂടി 20,000 കോടി രൂപയുമായിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. 10,000 കോടി രൂപയുമായിട്ട് വിജയ് മല്യ പോകുന്നത് കണ്ടതല്ലേ. 6,000 ലക്ഷം കോടി രൂപയുമായിട്ട് 6,000 കോടി രൂപയുമായിട്ട് നിതിൻ സന്ദേശർ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. 3,000 കോടി രൂപയുമായിട്ട് ലളിത് മോദി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ഇവിടുത്തെ ശതകോടീശ്വരന്മാർ ഇന്ത്യയിലെ പണം മുഴുവൻ കട്ടുമുടിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് സാധാരണക്കാരെ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലോട്ട് വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. ഇവർ കർഷകരോടുള്ള നിലപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകളോട്, വനിതകളോട്, കുട്ടികളോടുള്ള ഇവരുടെ നിലപാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നേരത്തെ സൂചിപ്പിച്ച പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിലാണെങ്കിലും ബ്രിജ് ഭൂഷന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടതല്ലേ. അതുപോലെ തന്നെയല്ലേ ലഖിംപൂരിലെ കർഷകരെ വണ്ടിയിടിച്ച് കൊന്ന ആശിഷ് മിശ്രയുടെ പിതാവ് അജയ് മിശ്രയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായിട്ട് എന്ന് അമിത്ഷാ പറഞ്ഞത് എന്തുവാണ്? നിങ്ങൾ അജയ് മിശ്ര ജയിപ്പിച്ചു തരൂ, ഞാൻ ഈ വ്യക്തിയെ വലിയ ആളാക്കാന്ന് പറഞ്ഞത്. ആരാണ് ഈ അജയ് മിശ്ര എന്നുള്ളത്? അത് 6 കർഷകരെ വാഹനമിടിച്ച് ലഖിംപൂരിൽ കൊന്ന ആശിഷ് മിശ്രയുടെ പിതാവായ അജയ് മിശ്രയെ സംരക്ഷിക്കാമെന്നും വലിയവനാക്കാമെന്നും അമിത്ഷാ പറഞ്ഞ ഇവർ സാധാരണക്കാരായ കർഷകരോടുള്ള ഇവരുടെ നിലപാട് എന്താണ്? ഇവർ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. ഇവർ ധനാഢ്യന്മാർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന നിലപാടെടുക്കുക. പിന്നെ മോഡിയുടെ ഗ്യാരണ്ടിയെ പറ്റി നേരത്തെ സൂചിപ്പിച്ചു. സ്വന്തം കാര്യത്തിൽ പറഞ്ഞ ഗ്യാരണ്ടി പോലും നടപ്പിലാക്കാൻ മോഡി തയ്യാറാകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതല്ലേ. 75 വയസ്സിന്റെ പ്രായം പറഞ്ഞാണ് ആനന്ദീബെൻ പട്ടേലിനെ ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറ്റി നിർത്തിയതെന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ആ വസ്തുത അനുസരിച്ചാണെങ്കിൽ മോഡി ഒരു കാരണവശാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ സാധിക്കില്ല എന്നുള്ളതല്ലേ. പക്ഷെ അക്കാര്യത്തിൽ മോഡിക്ക് ഗ്യാരണ്ടി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം
കാര്യത്തിൽ ഗ്യാരണ്ടി കീപ്പ് ചെയ്യാൻ പറ്റാത്ത മോഡിയാണ്. മോഡി കൊടുത്ത വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ കീപ്പ് ചെയ്യാൻ പോകുന്നത്. ജനങ്ങളെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ നോട്ട് നിരോധനത്തിന്റെ കാര്യം അറിയാലോ. നോട്ട് നിരോധനത്തിന്റെ സമയത്ത് ഇന്ത്യയിലെ കള്ളപ്പണം ഇല്ലാതാകും, തീവ്രവാദം ഇല്ലാതാകും എന്നൊക്കെ ഇവർ പറഞ്ഞിട്ട് ഇല്ലാതായ മനുഷ്യരല്ലേ, നൂറുകണക്കിന് മനുഷ്യരല്ലേ ഇല്ലാതായത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.